നെയ്യാറ്റിൻകര നഗരസഭാ കാര്യാലയത്തിന് വിളിപ്പാടകലിൽ സ്ഥിതി ചെയ്യുന്നതാണ് ഈ കാണുന്ന കൃഷിഭവൻ. കർഷകർ ഉൾപ്പെടെ ദിനംപ്രതി നൂറുകണക്കിന് ആൾക്കാർ വിവിധ ആവശ്യത്തിന് കയറിയിറങ്ങുന്ന സർക്കാർ മന്ദിരം. ഏകദേശം 80 വർഷത്തിലധികമായ കാലപ്പഴക്കമുള്ള ഒരു കെട്ടിടമാണ്. സർക്കാർ 1 കോടി രൂപ ഈ കെട്ടിടത്തിൻ്റെ നിർമ്മാണത്തിന് വേണ്ടി അനുവദിച്ചിട്ടുണ്ട്. പക്ഷെ നാളിതുവരെ അതിൻ്റെ പ്രാരംഭ നടപടികൾ സ്വീകരിക്കുന്നതിനോ അനുബന്ധമായി ഈ കെട്ടിടം പൊളിച്ചു മാറ്റി പുതിയ കെട്ടിടം സ്ഥാപിക്കുന്നതിനോ ബന്ധപ്പെട്ട അധികൃതർ തയ്യാറാകുന്നില്ല എന്നത് ഏറെ ഖേദകരമാണ്. ഓടുമേഞ്ഞ കെട്ടിടമാണെങ്കിലും പലയിടങ്ങളിലും ഓട് കാണാനില്ല. കൃഷിഭവൻ എന്ന പേരിന് കോട്ടം സംഭവിക്കാത്ത തരത്തിൽ കെട്ടിടത്തിന്റെ മേൽക്കൂരയിൽ വള്ളിപ്പടർപ്പുകളും ആൾവൃക്ഷ തൈകളും സമൃദ്ധമായി തന്നെ വളരുന്നുണ്ട്. ബഹുമാനപ്പെട്ട കൗൺസിലിലും നമ്മളിത് നിർദ്ദേശം വയ്ക്കുകയും നഗരസഭയുടെ ഭൂമി കൈമാറി കൊടുക്കാനുള്ള ഒരു നടപടിയൊക്കെ സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷേ നാളിതുവരെ ഒരു പുതിയ കെട്ടിടം നിർമ്മിക്കാൻ സാധിച്ചിട്ടില്ല. അടിയന്തരമായി തന്നെ ഇത് ഇവിടുത്തെ ജീവനക്കാർക്കും വരുന്ന കർഷകർക്കും സുരക്ഷിതമാകേണ്ടതുണ്ട്. കൃഷി ഓഫീസർ, കൃഷി അസിസ്റ്റന്റ് ഉൾപ്പെടെ 5 ജീവനക്കാരാണ് ഇവിടെയുള്ളത്. കാറ്റത്തും മഴയത്തും ജീവൻ പണയം വെച്ചാണ് അവർ ഇവിടെ ജോലി ചെയ്യുന്നത്. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഒരു ജീവൻ പൊലിഞ്ഞാൽ മാത്രമേ ബന്ധപ്പെട്ടവരുടെ ഇടപെടൽ ഉണ്ടാകുമോ എന്നുള്ളതാണ് ഇവിടെ ഉയരുന്ന ചോദ്യം. എന്തായാലും കോട്ടയത്ത് സംഭവിച്ചത് നെയ്യാറ്റിൻകരയിൽ സംഭവിക്കാതിരിക്കട്ടെ. അനൂപ് മാറിനൊപ്പം ജിബിൻ JB, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.